സരീഷ, കഴിഞ്ഞ ഒരു മാസമായിട്ട് പാലക്കാടുണ്ട്. പാലക്കാട്ടെ ഓരോ ഡെവലപ്മെന്റുകളും നേരിൽ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളാണ് സരീഷ്. ഇന്നിപ്പോൾ അവസാന ദിവസം, കൊട്ടിക്കലാശ ദിവസമാണ്. എത്രത്തോളം ആവേശത്തിലാണ് BJP? കാരണം BJPയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ ഒരു മത്സരം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ 100% ആത്മവിശ്വാസത്തോടെയാണ് മുന്നണികളെല്ലാം തന്നെ ഈ കൊട്ടിക്കലാശത്തെ കാണുന്നത്. നമ്മളൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ചേരുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ഈ കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നത്? അതോടൊപ്പം എന്തൊക്കെ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കാനുള്ളത്? ഈ ഞങ്ങൾ അവസാന നിമിഷം എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം. ഞങ്ങൾ വോട്ടർമാരെ വീടുകളിൽ പോയി ചെന്ന് കാണുന്ന സമയത്ത് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ, ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുക. ഞങ്ങൾ ഇവിടുത്തെ നെൽകർഷകരുടെ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. അത് പാലക്കാടിലെ വോട്ടർമാരും അതുപോലെ തന്നെ മുന്നണികൾക്കും സർക്കാരിന് പോലും ഏറ്റെടുക്കേണ്ടി വന്നു. ഞങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം പോലെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാണ്. മുനമ്പം വിഷയം ഞങ്ങൾ ഉയർത്തി, അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വന്ദേ ഭാരത്, പാലക്കാടിനൊരു വന്ദേ ഭാരത് പാലക്കാടിലെ വോട്ടർമാർക്ക് ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമുള്ളത് ജയിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാടത്തെ ചികിത്സാ രംഗത്തെ കുറവിന് പരിഹാരമായിട്ട് എയിംസ്, പാലക്കാടിനൊരു എയിംസ് എന്നുള്ളത് ഞങ്ങൾ ഉയർത്തുന്നു. അത് പാലക്കാടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇത്തരം ആവശ്യങ്ങൾ, ഞങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങൾ, ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വോട്ടായി മാറും. അതോടൊപ്പം നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ പിരാരിയോ അല്ലെങ്കിൽ മാത്തൂരോ ഉള്ളൊരു സ്വാധീനം, അതോടൊപ്പം തന്നെ കണ്ണാടിയിലേക്ക് എങ്ങനെയാണ് ഇത്തവണ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നതിന് പ്രതീക്ഷയാണ്? അല്ല, പ്രായരിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തും. കണ്ണാടിയിലും മാത്തൂരും ഞങ്ങൾ 1ാം സ്ഥാനം വരും ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ 3 പഞ്ചായത്തുകളിലും 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ 2 പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം വരും, പ്രായരിയിൽ 2ാം സ്ഥാനം വരും. ഞങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അതോടൊപ്പം ചില ഈ കോൺഗ്രസിലേക്ക് പോയ സന്ദീപുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധി പാർട്ടിക്കുള്ളിൽ ഉണ്ടാവും? ഒരു പ്രതിസന്ധിയില്ല. ഞങ്ങൾ 48 മണിക്കൂറായിട്ടും ഞങ്ങളുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തകരും ഒരു ചരിത്രപരമായിട്ടുള്ള വിജയം NDAക്ക് നേടിക്കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ്. അവർക്ക് ഇത്തരം വിഷയങ്ങളൊന്നും അവരെ ബാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയ ആളുടെ പിന്നിലുള്ള വികാരത്തെ സംബന്ധിച്ച്, അയാളുടെ ഉദ്ദേശത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം BJPയുടെ അവസാനത്തെ പ്രവർത്തകനുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ്. ഈ അവസാന മണിക്കൂറിൽ പലതും പറയാനുണ്ട് എന്നാണ് സന്ദീപ് ഒരു ഭീഷണിയായി മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഞങ്ങൾ പലതും പറഞ്ഞാൽ പിന്നെ പൊതുരംഗത്ത് അദ്ദേഹത്തിന് തുടരാൻ പറ്റില്ല. അതോടൊപ്പം ഈ 100% വിജയപ്രതീക്ഷ പറയുന്നു. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും വേണ്ടി ഒരു വിജയം? ഞങ്ങൾ 5 ഭൂരിപക്ഷത്തിന് വിജയിക്കും. 5 ഭൂരിപക്ഷത്തിന് വിജയിക്കും തവണ. ഇന്നത്തെ എങ്ങനെയാണ് പ്രചരണ പരിപാടികൾ? ഇന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിട്ടുപോയ പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളതാണ്. രാവിലെ 10 മണി വരെ. 10 മണിക്ക് ശേഷം നഗരസഭാ കൗൺസിലർമാരോടൊപ്പം സ്ഥാപനങ്ങളിൽ കയറി വോട്ട് ചോദിക്കുന്നുണ്ട്. 2 മണി തൊട്ട് ഞങ്ങളുടെ കൊട്ടിക്കലാശം ആരംഭിക്കും മേലാമുറിയിൽ നിന്ന്. ശരി സരീഷ്, 5 ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാണെന്ന് BJP സ്ഥാനാർത്ഥി പറയുന്നു.